പരിശുദ്ധ ഹറം ഷരീഫ് കാണാൻ ആഗ്രഹിക്കാത്ത ഒരു സത്യവിശ്വാസിയുമില്ല. വർഷങ്ങളായി ആ പുണ്യഭൂമി താൻ തിരിഞ്ഞു നിസ്കരിക്കുന്ന സ്ഥലം ആ കാബ ഷരീഫ് ഒന്ന് കാണുവാനും കാബയുടെ ചുറ്റുഭാഗത്തുമുള്ള ഹറം ഷരീഫിൽ നിന്ന് നിസ്കരിക്കുവാനും പുണ്യങ്ങൾ കരസ്ഥമാക്കുവാനും കൊതിക്കാത്ത സത്യവിശ്വാസികൾ ഉണ്ടായിരിക്കുകയില്ല. ഹറം ഷരീഫിന്റെ അതിരുകൾ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മജ്മുയിൽ വിവരിക്കുന്നത് കാണാം. കാരണം അതുമായിട്ട് ഒരുപാട് ഉംറയുമായിട്ട് ബന്ധപ്പെട്ട വിധികൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആ ഹറമിന്റെ ഉള്ളിൽ നിന്ന് വേട്ടമൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല, അവിടുത്തെ മരങ്ങൾ മുറിക്കാൻ പാടില്ല, തുടങ്ങിയ പക്ഷികളെ വേട്ടയാടാൻ ഒരു നിഷിദ്ധമാക്കപ്പെട്ട ഒരു കാര്യം അവിടെ വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ അതിരുകൾ അറിയുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണെന്ന് ഇമാം നവവി തങ്ങൾ തൻ്റെ അൽ മജ്മു എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ മഹാനവറുടെ കാലഘട്ടത്തിൽ അതിൻ്റെ അതിരുകളെല്ലാം എവിടെയെല്ലാമാണ് നിലകൊള്ളുന്നതെന്ന് അദ്ദേഹം തൻ്റെ ഇളാഹിൽ വ്യക്തമായി പറയുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നു, ഫഹദ്ദുൽ ഹറമി മിൻ ജിഹത്തിൽ മദീന, മദീനയുടെ ഭാഗത്ത് നിന്നുള്ളായിരിക്കുന്ന ഹറമിന്റെ അതിർത്തി എന്ന് പറയുന്നത് തൻഈമിന്റെ അടുത്താണ്. ഇന്ത ബുയൂത്തി ബനി നിഫാർ ഗോത്രക്കാരുടെ അവർ താമസ സ്ഥലത്തിന്റെ അടുത്തുള്ള തൻഈമിന് അടുത്തായിട്ടാണ്. ഇന്ന് മസ്ജിദ് ആയിഷ എന്ന് പറയുന്ന സ്ഥലത്താണ് ഹറം അവസാനിക്കുന്നത്. ആ മസ്ജിദ് ആയിഷയിൽ ചെന്ന് കുളിച്ച് അവിടെ നിന്ന് ഇഹ്റാം ചെയ്ത് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുന്ന വ്യക്തി ഹറമിന്റെ പുറത്തു പോവേണ്ടതുണ്ട്. ഹറമിന്റെ പുറത്തു നിന്നാണ് അവർ ഇഹ്റാം ചെയ്യേണ്ടത്. ഹറമിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ ഹറമിന്റെ പുറത്തു പോയിട്ട് അഥവാ ഹില്ലിൽ പോയിട്ടാണ് അവർ ഇഹ്റാം ചെയ്ത് വരേണ്ടത്. അവിടെ നിന്ന് കുളിച്ച് വൃത്തിയായി നിയ്യത്ത് വെച്ച് നിസ്കാരങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് അവിടെ മുതൽ ഹറമിലേക്ക് അവർ പ്രവേശിക്കുന്നു. അങ്ങനെ മസ്ജിദ് ആയിഷ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇന്ന് പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അവിടേക്ക് 5 കിലോമീറ്റർ ദൂരമാണെന്നുള്ളത് മഹാനായ നവവിമാൻ തങ്ങൾ 3 മൈൽ അകലെയാണെന്ന് അന്നത്തെ അളവ് വെച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതുപോലെ യമന്റെ ഭാഗത്ത് നിന്ന് തറഫു അള്ളാഅത്തുലബൻ അലാ സബഅത്തി അംയാലിമി മക്കയിൽ നിന്ന് 7 മൈൽ അകലെയാണ് യമന്റെ ഭാഗത്തേക്കുള്ള ഹറമിന്റെ അതിര് എന്ന് മഹാനവറുകൾ പറയുന്നു. തായിഫിന്റെ ഭാഗത്തേക്ക് അറഫാത്ത് വഴിയിലൂടെ തായിഫിന്റെ ഭാഗത്തേക്ക് 7 മൈൽ, ഇറാഖിന്റെ ഭാഗത്തേക്ക് 7 മൈൽ, ജഹറാനയുടെ ഭാഗത്തേക്ക് 9 മൈല്, ജിദ്ദയുടെ ഭാഗത്തേക്ക് അതാ ഇന്ന് ഷുമൈസി എന്നറിയപ്പെടുന്ന ഹുദൈബിയ ഷുമൈസി എന്ന് അറിയപ്പെടുന്നതായ സ്ഥലത്ത് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് എല്ലാം ഉണ്ട്. ഹറമിൽ നിന്ന് ജിദ്ദയിലേക്ക് വരുന്ന വഴിയാണ്. 18 കിലോമീറ്ററാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് 18 കിലോമീറ്റർ അകലെ വരെ ഹറമിന്റെ അതിര് നീണ്ടു കിടക്കുകയാണ്. കേക്ക് ഭാഗത്ത് ഹൈ ഷറായി എന്ന് പറയുന്ന സ്ഥലത്ത് മസ്ജിദുൽ ഹറാമിന്റെ കേക്ക് ഭാഗത്ത് ഹൈ ഷറായി 10 കിലോമീറ്റർ അകലെയാണ് അവിടെ ഹറമിന്റെ അതിര് കിടക്കുന്നത്. അതുപോലെ തന്നെ മസ്ജിദ് ആയിഷ മസ്ജിദുൽ ഹറാമിന്റെ വടക്ക് ഭാഗത്താണെങ്കിൽ മസ്ജിദുൽ ഹറാമിന്റെ തെക്ക് ഭാഗത്താണ് ഹയ്യു വലിൽ അഹദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. അത് 13 കിലോമീറ്റർ അകലെയാണ് മസ്ജിദുൽ ഹറാമിന്റെ തെക്ക് ഭാഗത്തുള്ള ഹറമിന്റെ അതിര് നിലകൊള്ളുന്നത്. അതേ അവസരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഷുമൈസിയിൽ ഹയ്യിൽ ഹുദൈബിയ എന്നറിയപ്പെടുന്ന ഷുമൈസിയിലേക്ക് 18 കിലോമീറ്റർ അകലമാണ്. ഇങ്ങനെ 4 ഭാഗങ്ങളിലും ഹറമിന്റെ അതിരുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ചിത്രത്തിൽ കാണുന്ന ഒരുപാട് സ്ഥലങ്ങൾ, ആ കാണുന്നതെല്ലാം തന്നെ തൂണുകളും കെട്ടിടങ്ങളുമാണ്. കാലാന്തരത്തിലായി ഇസ്ലാമിന്റെ ഖലീഫമാർ അതിനെ പുതുക്കി പണിയുകയും അതിനെ നിലനിർത്തുകയും ഇന്നേ വരേക്കുള്ള അന്വേഷണത്തിൽ വിവിധ കാലങ്ങളിലായി ഹറമിന്റെ അതിരുകൾ നിശ്ചയിച്ച സ്ഥലങ്ങൾ, അതിന്റെ തൂണുകളും അതുപോലെ കെട്ടിടങ്ങൾ, തൂണുകൾ അടയാളങ്ങളായി 1104 അടയാളങ്ങൾ വിവിധ സ്ഥലങ്ങളിലായി കണ്ടെത്തിയത് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പലതും നമ്പറുകൾ ഇട്ടുകൊണ്ട് അതിനെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ചിലത് മലഞ്ചെരിവിലാണ്, ചിലത് കുന്നുകൾ മുകളിലാണ്, ചിലത് റോഡ് സൈഡുകളിലാണ്. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിലായി നമുക്ക് ഈ ഹറമിന്റെ അതിരുകൾ കാണാൻ സാധിക്കും. ഹുദൂദുൽ ഹറം എന്ന് തന്നെ എഴുതി വെച്ച പല തൂണുകളും സ്തൂപങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഹറമിന്റെ അതിരുകൾ അറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള വേട്ടമൃഗങ്ങളുടെ വേട്ടയാടൽ നിഷിദ്ധമാക്കപ്പെട്ടതാണ്. അതുപോലെ മരങ്ങൾ മുറിക്കാൻ പാടില്ല. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഉംറ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഹജ്ജ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹറമിന്റെ അതിരുകൾ അറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ തന്റെ അൽ മജ്മു എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങളിലൂടെ നിങ്ങൾക്ക് അത്തരം അതിരുകളൊക്കെ തന്നെ വ്യക്തമായി കാണാൻ സാധിക്കും. ഹറമിലുള്ള നിസ്കാരത്തിന്റെ പ്രതിഫലത്തെ വ്യക്തമാക്കുന്ന ഒട്ടനവധി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഹറമിൽ നിന്നുള്ള നിസ്കാരം അതല്ലാത്ത സ്ഥലങ്ങളിൽ നിസ്കാരത്തെക്കാൾ 1,00,000 പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യവിശ്വാസികളോട് വാഗ്ദാനം ചെയ്യുന്നത്. അത്തരത്തിലുള്ള പുണ്യഭൂമിയിലെത്തി ആ പുണ്യം കരസ്ഥമാക്കുവാനും നിസ്കരിക്കുവാനും ഒക്കെ എത്രയോ വർഷങ്ങളെ ആഗ്രഹിക്കുന്നവർക്കും എല്ലാത്തവർക്കും റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. موضوعة على الطرقات وفي الأودية
وعلى الجبال، وتختلف أشكالها من عصر لآخر. هذه الأعلام عند مسجد التنعيم هي أعلام قديمة ما زالت محافظة عليها، وهذا العلم موجود في طريق جدة مكة القديم، وهذا العلم ما زال في جهة